മക്കളോട് ക്ഷമിക്കേണ്ട കോടതി അച്ഛനും അമ്മയാ. ഞങ്ങൾ എപ്പോഴേ ക്ഷമിച്ചു കഴിഞ്ഞു. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ തോന്നിയ ചെറിയൊരു ബുദ്ധിമോശം. ജീവിതത്തിൽ ബുദ്ധിമോശം കാണിക്കാത്തതായിട്ട് ആരാ ഉള്ളത്? ആരുമില്ല. ദേ, അമ്മ അവിടെ സങ്കടപ്പെട്ടിരിക്കുക. നിങ്ങൾ വന്ന് എന്തെങ്കിലും കഴിക്ക്. വാ മക്കളെ, എണീറ്റ് വാ. ഈ കണ്ണീരൊക്കെ ഒന്ന് തുടച്ചേ, അല്ലെ അമ്മയ്ക്ക് ഇനിയും വിഷമാവൂ. ഒട്ടും വിശപ്പില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. കഴിച്ചേ മതിയാവൂ. വന്നേ. ഇരിക്കേ. കഴിക്കേ. കഴിക്കും മക്കളെ, അച്ഛൻ കഴിക്കാൻ പോവാ. ഇവിടെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ഒക്കെ പഴയപടി തന്നെ മുന്നോട്ട് പോകാം. എന്താ ദേവു? ആഹാ, ഭക്ഷണം കഴിക്കുമ്പോ ചീവീടിനെ പോലെ ചലച്ചോണ്ടിരിക്കാറുള്ള ആളാ. ദേ ഇപ്പൊ ഇരിക്കണ ഇരിപ്പുണ്ടോ? ആധുനിക വനിത തൻ്റെ ഇടം കാട്ടണം, അവൾ ഇരുട്ടുമുറി ചടഞ്ഞുകൂടേണ്ടവളല്ല എന്നൊക്കെ വാചകം അടിക്കി എഴുതുകയും ചെയ്യും. പക്ഷെ കാര്യത്തിനെടുത്തപ്പോൾ ചങ്കൂറ്റമൊക്കെ പോയി. തന്നോടുള്ള എൻ്റെ മമതയൊക്കെ പോയിടൂ. അല്ലെങ്കിൽ ഈ നിസ്സാര സംഭവത്തിന്റെ പേരിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കുമായിരുന്നു. ഓ, കണ്ണിൽ എരിവ് പോയി തോന്നുന്നു. ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം.
താൻ ഇതേത് ലോകത്താ ശാരദേ? കുട്ടികൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് വിളമ്പി കൊടുക്ക്. മതി അമ്മേ, കുറച്ചല്ലേ കഴിച്ചുള്ളൂ മോളെ. മതി. എന്നാ ദേവൂട്ടിക്ക് കൊടുക്ക്. എനിക്കും മതി അച്ഛാ. ഏതായാലും ഇത്രയെങ്കിലും കഴിച്ചല്ലോ, ആശ്വാസായി. കണ്ണിൽ എരിവ് പോയിട്ട് തന്നെയാണോ എഴുന്നേറ്റ് പോയത്? എല്ലാവരെയും ആശ്വസിപ്പിച്ചിട്ട് സ്വയം ഇങ്ങനെ ഉരുകുന്നത് കാണുമ്പോഴ. ഏയ്, അങ്ങനെയൊന്നും ഇല്ലടോ. മാഷെ കഴിക്ക. എന്താണെന്നറിയില്ല, വയറിനകത്താകെ ഒരു സ്തംഭനാവസ്ഥ. മതി ശാരദേ. വില്യം, എന്താ സർ? ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. വില്യത്തിന് ജയിലിലടയ്ക്കാൻ ആരൊക്കെ ശ്രമിച്ചോ അവർക്കൊക്കെ തിരിച്ചടി കിട്ടി. ഒന്ന് തെളിച്ചു പറയണേ സർ. അതെ, പ്രൊഫസർ രാജശേഖര മേനോന്റെ മക്കളെ വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു. സത്യം? അലക്സാണ്ടർ മകനെ കാണാൻ വന്നത് വെറുതെയല്ല, കണക്കൂട്ടി തന്നെ. ദേ ഈ ചിരിച്ച മുഖം കാണാനല്ലാതെ ഇനി ഇവിടേക്ക് മടങ്ങി വരില്ല എന്ന് പറഞ്ഞിട്ടാ ഡാഡി ഇവിടുന്ന് പോയത്. പറഞ്ഞു നാക്കെടുക്കുന്നതിന് മുമ്പ് തന്റെ ഡാഡി വാക്ക് പാലിച്ചു. എന്നിട്ട് പ്രൊഫസറുടെ മക്കളിപ്പോ സ്റ്റേഷനിലാണോ? അതറിയില്ല. അലക്സാണ്ടർ ഫോണിൽ വിളിച്ച് ഈ വിവരം തന്നോട് പറയാൻ പറഞ്ഞു. ഡാഡിക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. ഡാഡി എന്നോട് എപ്പോഴും പറയും, നമ്മൾ എന്ത് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാലും പല പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം ചെയ്യാനെന്ന്. ഞാൻ ആ വാക്കുകൾ പ്രാവർത്തികമാക്കിയിട്ടില്ല. അതിൻ്റെ ശിക്ഷ എനിക്ക് കിട്ടി. പക്ഷേ ഡാഡി പ്രവർത്തിച്ചപ്പോൾ കണക്ക് കൂട്ടി തന്നെ പ്രവർത്തിച്ചു. മക്കളെ ചിറകിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ച് നടക്കുകയായിരുന്നു പ്രൊഫസർ കങ്കാരു എന്ന ഇരട്ടപ്പേര്. കങ്കാരുവിൻ്റെ നാഭിയിൽ ഒളിപ്പിച്ചു വെച്ച മക്കള് അറസ്റ്റിലായ സ്ഥിതിക്ക് ഇനി പ്രൊഫസറുടെ തല ഉയരില്ല. ഈ ഭൂലോകത്തുള്ള ഏതൊരു സ്ത്രീയും അവൾ ഏറ്റവും അധികം വില കൽപ്പിക്കുന്നത് അവളുടെ മാനത്തിനാ. അത് കളങ്കപ്പെട്ട് കഴിഞ്ഞാൽ അതോടെ തീർന്നു. പിന്നെ ജീവിതത്തിനും മരണത്തിനുമിടയിൽ നൂൽപ്പാലത്തിലൂടെയുള്ള യാത്രയാ. എന്നുവെച്ചാ ഭാഗ്യമുണ്ടെങ്കിൽ അക്കരെ എത്താം, അല്ലെങ്കിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജീവിതം അഭിനയിച്ചു തീർക്കാം. എനിക്ക് പ്രൊഫസറുടെ മക്കളെ അവർ സ്റ്റേഷനിലായാലും വീട്ടിലായാലും ഒന്ന് കണ്ടാക്കൊള്ളാമെന്നുണ്ട്. പുറത്തേക്കിറങ്ങാൻ വല്ല മാർഗമുണ്ടോ സാറേ? തൽക്കാലം എന്നെ കമ്പല് ചെയ്യരുത്. സമയവും കാലം ഒത്തുചേരുമ്പോൾ ഞാൻ തന്നെ അതിനുള്ള അവസരം ഒരുക്കാം. ഇപ്പൊ ഈ വാർത്ത കേട്ട സന്തോഷത്തിന് സുഖമായി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇനി ഇപ്പൊ ഡാഡിക്കെതിരെ എന്ത് ആരോപണമാണ് എന്റെ മോക്ക് ഉന്നയിക്കാനുള്ളത്? ഡാഡി, യു ആർ ഗ്രേറ്റ്. ഒരിക്കലും
ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഡാഡി പ്രവർത്തിച്ചത്. ദേവയാനിയും കല്യാണിയും ട്രാപ്പിലാക്കാൻ ശിവനെ തിരഞ്ഞെടുത്ത രീതി, ശിവനെ ബ്രെയിൻ വാഷ് ചെയ്ത രീതി, അത് ഡാഡിക്ക് മാത്രം സ്വന്തം. സമ്മതിച്ചല്ലോ. പ്രൊഫസറെയും കുടുംബത്തെയും അപായപ്പെടുത്താനാണ് ഞാൻ ആദ്യം തീരുമാനിച്ചത്. പിന്നീട് ആ CIയുമായി ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു ബുദ്ധി തോന്നിയത്. ജീവിതകാലം മുഴുവൻ മക്കളുടെ ദുർവിധിയോർത്ത് കരയുന്ന പ്രൊഫസർ, അതിന് ഇതിനും നല്ല മുഹൂർത്തം മറ്റെന്താ ഉള്ളത്? ദേവയാനിയും കല്യാണിയും കസ്റ്റഡിയിലായ ശേഷം ഞാൻ മേനോൻ സാറിനെ കണ്ടിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളതൊക്കെ മുഖത്ത് നോക്കി ചോദിക്കുകയും ചെയ്തു. മിഴിച്ചങ്ങനെ നിന്നതല്ലാതെ ഒരക്ഷരം അങ്ങനെ തിരിച്ചു പറഞ്ഞില്ല. എങ്ങനെ പറയും? ഇനി അയാൾക്കൊന്നും പറയാൻ കഴിയില്ല. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മുഖത്ത് നോക്കാനും അയാൾക്ക് കഴിയില്ല. ഒരു കൂട്ട ആത്മഹത്യ, ഇനി അതേ ഉള്ളൂ ഒരു മാർഗം. ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ, പക്ഷെ അതിനു മുമ്പ് എനിക്ക് ആ ദേവയാനി ഒന്ന് കാണണം. എന്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ തല കുമ്പിടുന്ന ദേവയാനിയുടെ ചിത്രം, അതൊരു കാഴ്ച തന്നെ ആയിരിക്കും. ഡാഡി, ഇങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത ഡാഡിക്ക് എന്റെ കളി ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. പ്രൊഫസറുടെ മുന്നിൽ ചെന്ന് വില്യമിന് വേണ്ടി മാപ്പ് പറഞ്ഞപ്പോ അയാള് കരുതിയിട്ടുണ്ടാവും അലക്സാണ്ടർ വെറും നിഷ്കളങ്കനാണെന്ന്. പറഞ്ഞു തീരുന്നതിന് മുമ്പ് അല്ലയോ വെടി പൊട്ടിയത്. അതാ മോളെ ഡാഡിയുടെ ഒരു ശൈലി, നനച്ചു കൊള്ളി വയ്ക്കുക. അതൊരു സുഖം തന്നെയാണേ. ആകെ നാണക്കേടായി. ഓരോരുത്തർ ഇങ്ങോട്ട് വന്ന് വിവരം തിരക്കുക. ഞാൻ അവരോടൊക്കെ എന്ത് മറുപടിയാ പറയേണ്ടത്? നീ തന്നെ പറ. കണ്ട അഴിഞ്ഞാട്ടക്കാരികളുടെ കൂടെയൊക്കെ കറങ്ങാൻ പോയിട്ട് വന്നിരിക്കുന്നു. ഈശ്വരാ, എന്നാലും അവളുമാർക്ക് ഇത്രയും ചങ്കറപ്പുണ്ടെന്ന് ഞാൻ കരുതിയില്ല. ചേട്ടൻ എന്തിനാ അവളുമാര് വിളിച്ചപ്പോ കൂടെ പോയത്? എന്റെ മോളെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോവുമായിരുന്നോ? എൻ്റെ കണ്ണിൽ ക്യാമ്പസിലെ ഏറ്റവും നല്ല അടക്കവും ഒതുക്കമുള്ള കുട്ടികൾ, പോരാത്തതിന് കോളേജ് പ്രൊഫസറുടെ മക്കളും. അതായിരുന്നു കല്യാണിയും ദേവയാനിയും. സ്വഭാവ ഗുണങ്ങൾ ഇത്രയും ഒത്തുചേർന്ന കുട്ടികളെ ആരാ സംശയിക്കുക? ഇങ്ങനൊരു ചീത്ത സ്ഥലത്തേക്കാണ് അവരെന്നെ വിളിച്ചതെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പോവില്ലായിരുന്നു. ഇനി നീ കോളേജ് വാദ്യന്മാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? കോളേജ് പിള്ളേരുടെ മുഖത്ത് എങ്ങനെ നോക്കും? നിന്റെ കാര്യം വിട്. ഞങ്ങൾ ഇനി എങ്ങനെ അന്തസ്സായിട്ട് പുറത്തിറങ്ങി നടക്കും? ദേ, എവളൊരു പെണ്ണാ. ആങ്ങളയ്ക്ക് മോശപ്പേരുണ്ടായ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് എവളു കൂടിയാ. ഇങ്ങനൊരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാ നല്ലൊരു കല്യാണാലോചന പോലും എവക്ക് വരില്ല. അബദ്ധം പറ്റിപ്പോയി. ഇനി ഇതിനെക്കുറിച്ച് പരിതപിച്ചിട്ട് എന്താ കാര്യം? ഏതായാലും ഞാൻ നിരപരാധിയാണെന്ന് പോലീസുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ലടാ. ഇത്തരം കേസുകൾ തേഞ്ഞു മാഞ്ഞു പോയാലും ആൾക്കാരത് മറക്കില്ല. അവരോരോന്നിങ്ങനെ കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കും. എന്നാലും എവളുമാര് വേണ്ടാത്തതിനൊക്കെ പോയപ്പോ തനിച്ചങ്ങ് പോയാ പോരായിരുന്നോ? അതിന് എന്റെ കുഞ്ഞിനെ എന്തിനാ കൂട്ടുപിടിച്ചത്? ഏതോ കഥയോ നോവലോ എഴുതിയിട്ടുണ്ടെന്നും അതാരോ കാണിക്കണമെന്നൊക്കെ പറഞ്ഞ എന്നെ കൂടെ കൂട്ടിയത്. അവിടെ ചെന്നപ്പോൾ തന്നെ മനസ്സിലായി സ്ഥലമത്ര പന്തിയല്ലെന്ന്. 1-2 പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ തുനിഞ്ഞാ. പക്ഷെ അവളുമാര് സമ്മതിച്ചില്ല. അവസാനം രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും പോലീസ് വരികയും ചെയ്തു. ആ പിള്ളേരുടെ തന്ത കോളേജ് വാദ്യരല്ലേ? എന്നിട്ട് അങ്ങേർക്ക് ഇതൊന്നും അറിയാൻ മേലേ? മേനോൻ സാർ അറിയാതെ അവരെന്നെ കുട്ടി പുറത്തേക്ക് പോയത്. ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ പോവാറുണ്ട്. ഹോ, എന്നാലും രണ്ടിനെ സമ്മതിക്കണം. കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കാനായി ജനിച്ച ദുഷ്ടജന്തുക്കള്. അല്ല, അതിന്റെയൊക്കെ തള്ളേം തന്നെ പറഞ്ഞാ മതി. പെമ്പിള്ളേർക്ക് സ്വഭാവദോഷം ഉണ്ടെന്നറിഞ്ഞാ പിടിച്ച് കെട്ടിക്കണം. അതല്ലെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറോ സംഭവിക്കും. ദേ, ഇനി അവളുമാരോട് മിണ്ടാനോ പറയാനോ പോയാ ബാക്കി പേരോട് അവളുമാര് സമ്പാദിച്ചു തരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ദേവയാനിയെ കുറിച്ച് പറയുമ്പോ 100 നാവായിരുന്നല്ലോ. കഥ എഴുതി സാഹിത്യേരി അവസാനം വില്ലത്തിയായല്ലേ? ഇപ്പോഴെങ്കിലും അവളുടെ തനിനിറം വ്യക്തമായത് ഭാഗ്യം. വെറുതെ ആദർശം വിളമ്പും. അതെല്ലാവർക്കും കഴിയുന്ന പണിയാണല്ലോ. പ്രവൃത്തിയോട് അടുക്കുമ്പോഴല്ലേ കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിയണത്. ചേട്ടൻ പറയും പോലെ ആ ദേവയാനി ഒത്തിരി ഇഷ്ടപ്പെട്ടതാ ഞാനും. ഇപ്പൊ വെറുപ്പ് തോന്നും അവളോട്. ഇനി എന്തിനാ അവളൊക്കെ ജീവിച്ചിരിക്കുന്നെ? ഓ, മാനാഭിമാനം ഇല്ലാത്തവർക്കൊക്കെ
എന്തായാലും എന്താ? നേട്ടങ്ങൾ മുന്നിൽ കണ്ടാൽ അത് വെട്ടിപ്പിടിക്കണം. അതിനിടയിൽ കുറച്ച് കണ്ണീരും വേദനയൊക്കെ കണ്ടെന്ന് വരും. ഫൊഗറ്റ് ഇറ്റ്. നമുക്ക് നമ്മുടെ ഭാവിയാണ് പ്രധാനം. നീ കിടക്കുന്നില്ലേ മോളെ? കിടന്നാലും ഉറക്കം വരില്ല ചേച്ചി. കണ്ണടച്ച ചിലരുടെ മുഖങ്ങൾ മുന്നിൽ തെളിഞ്ഞു വരും. വില്യത്തിന്റെ ശിക്ഷയ്ക്ക് അലക്സാണ്ടർ പേട്ട പകരം വീട്ടി. അയാൾ തന്നെ ഇതൊക്കെ ചെയ്യിച്ചത്. എന്നാലും ചെയ്യാത്ത കുറ്റത്തിന് ഇങ്ങനൊരു ശിക്ഷ. ശിക്ഷിച്ചത് അലക്സാണ്ടർ പേട്ടയോ വില്യമോ അല്ല. അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ പോലീസ് ഓഫീസേഴ്സും അല്ല. ശിവനാ, ആ ഫ്രോഡ് മാത്രം. എനിക്ക് എന്നേക്കാൾ വിശ്വാസമായിരുന്നു ശിവന്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സുഹൃത്ത്. നാവ് തുറന്നാൽ ആദർശം മാത്രം പറയുന്ന ഒരാൾ. അയാളിൽ ഇങ്ങനൊരു മനുഷ്യൻ വിശ്വസിക്കാൻ വയ്യ ചേച്ചി. അയാൾ എന്തിനു വേണ്ടി ഇത് ചെയ്തത്? ആർക്കു വേണ്ടിയാ? വില്യത്തെ മാലീസിനെയും പരസ്യമായി വിമർശിച്ചതുകൊണ്ട് ചിലപ്പോ എന്നെ അവര് നോട്ടമിടുമെന്ന് ശിവൻ പറയുമായിരുന്നു. അപ്പോഴും പറയുന്ന ആള് തന്നെ ഈ കെണി ഒരുക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല അല്ലേ, ഒരിക്കലും. മുഖാമുഖം കാണാൻ കാത്തിരിക്കുക ഞാൻ. ഇനി കണ്ടിട്ട് എന്ത് പ്രയോജനം? നേടേണ്ടതൊക്കെ അയാൾ നമുക്ക് നേടി തന്നു കഴിഞ്ഞു. ഇനിയിപ്പോ ജീവിച്ചിരിക്കുന്നതും മരിക്കുന്നതും ഒക്കെ ഒരുപോലെ. തമ്മിൽ ഭേദം മരണാണെന്ന് തോന്നുന്നു. ചേച്ചി, അതെ ദേവു, നമ്മളെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നില്ലേ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും? അവരുടെ വിശ്വാസമല്ലേ നമ്മൾ തകർത്ത് കളഞ്ഞത്? നമ്മളെ ആശ്വസിപ്പിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ നീറുമല്ലേ? മക്കളെ കണ്ടുകൊണ്ടിരുന്ന് വേദനിക്കുന്നതിലും നല്ലത് മക്കളില്ലാതെ വേദനിക്കുന്നതല്ലേ? അതുകൊണ്ട് ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? നമുക്ക് ഈ അപമാനത്തിൽ നിന്ന് കരകയറണം മോളെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് തെറ്റ് ചെയ്തവരോട് പകരം ചോദിക്കാൻ കഴിയില്ല. നമ്മൾ പെൺകുട്ടികളായി പോയില്ലേ? മരിക്കുകയാണെങ്കിൽ ആയുസ് തികയാതെ മരിക്കുന്നവരുടെ ആത്മാക്കൾ അന്തരീക്ഷത്തിൽ അലഞ്ഞു നടക്കും, ആഗ്രഹപൂർത്തി കിട്ടുന്നത് വരെ. ചേച്ചി, ഞാൻ പറഞ്ഞത് സത്യവാ. ആഗ്രഹപൂർത്തീകരണത്തിനായി നമ്മുടെ ആത്മാക്കൾ തന്നെ നമ്മളെ ചതിച്ച ദുഷ്ടന്മാരെ ഇല്ലാതാക്കിക്കൊള്ളും. അതുകൊണ്ട് നമുക്ക് പോകാം മോളെ.
നമുക്ക് പോകാം. മരിക്കാൻ നിനക്ക് പേടിയുണ്ടോ? ഉണ്ടോ മോളെ? ചേച്ചി അല്ല മാഷേ, ഇതിന്റെ പേരിൽ ഇനി കോടതിയും കേസും വഴക്കും ഒക്കെ ഉണ്ടാവോ? അതിപ്പോ കുട്ടികളെ ഒന്ന് കോടതി ഹാജരാക്കേണ്ടി വരും. അല്ലാതെ അവരെ ശിക്ഷിക്കൊന്നുമില്ലല്ലോ. ശിക്ഷിക്കൂ മാഷേ? ഏയ്, ശിക്ഷ കിട്ടാൻ മാത്രം തെറ്റൊന്നും അവര് ചെയ്തിട്ടില്ലല്ലോ. അതെ, ടിവിയിലും പത്രത്തിലും ഒക്കെ വാർത്ത വന്ന സ്ഥിതിക്ക് നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടിപ്പോ നമുക്കെന്താ? നമ്മളെ അറിയുന്നവരാരും നമ്മുടെ മക്കളെ ആക്ഷേപിക്കാൻ പോണില്ല. പിന്നെ പറയുന്നവര് പറയട്ടെ, അല്ലേ? എന്നാൽ ഇങ്ങനെ ഒരു കുറ്റമായി പോയതുകൊണ്ട് കുറച്ചൊക്കെ പേടിക്കണം. തൂത്താ പോകുന്ന ഒന്നല്ലല്ലോ. പെൺകുട്ടികളായതുകൊണ്ടാ മാഷെ പേടി. ചെറിയ കളങ്കം മതി അവരുടെ ഭാവിക്ക്. അവരുടെ ഭാവിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. താൻ ധൈര്യമായിട്ടിരിക്കെ. സത്യം എന്നായാലും പുറത്തു വരും, അതുറപ്പാ. മാഷേ,